ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷൈൻ സിസ്റ്റേഴ്സ്. ഇന്നെന്ന് വെച്ചാൽ ആടുജീവിതം ഞാൻ ഇന്നലെ കണ്ടു. സോ അതിൻ്റെ ഒപ്പീനിയൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സോ ആരെങ്കിലും ഒന്ന് നോക്കിയാലോ. നവീൻ ചേട്ടൻ ഇവിടെ ഇരിക്കണ്ടേ. സിനിമയുടെ ഒപ്പീനിയൻ പറയൂ ആടുജീവിതം. സോ ഗായ്സ്, ഞാൻ ഇന്നലെ ആടുജീവിതം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിവ്യൂ കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒപ്പീനിയൻ ഒന്ന് പറയണമെന്ന് തോന്നി. മെയിൻലി എനിക്ക് എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. പൃഥ്വിരാജിന് ട്രാൻസ്ഫോർമേഷനാണ്. പൃഥ്വിരാജ് ഒരുപാട് ഡയറ്റ് എടുത്തു മെലി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അവർ കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള അതിലൊരു ക്ലിപ്പ് നമുക്ക് അതിലൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും ആ ആക്ടറിനോട് നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നിപ്പോവും ആ ഫിലിം കാണുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഒരു 20 വയസ്സുള്ള ഒരു ഹക്കീം എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറും കൂടി ഉണ്ട് പൃഥ്വിരാജിൻ്റെ കൂടെ. ആളുടെ ട്രാൻസ്ഫോർമേഷനും നന്നായി കാണിക്കുന്നുണ്ട്. പിന്നെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു തിയേറ്ററിൽ പോയിട്ട് തന്നെ ഇത് കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഇതൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. പിന്നെ ഇത്രയും നല്ല മൂവി തന്ന ബ്ലെസ്സി സാറിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. സോ ഗായ്സ്, എല്ലാവരും പോയി കാണൂ, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ആടുജീവിതം കണ്ടു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട ഒരാളെ കണ്ടിട്ടുണ്ട്. ചിമ്മിണി മൂവിയുടെ ഒപ്പീനിയൻ പറയൂ. സിനിമ സത്യം പറഞ്ഞാൽ അടിപൊളി പടമായിരുന്നു. ആ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല സീനൊക്കെ. അത് വിഷമം പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റിഗ്രറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണണം. അല്ലെങ്കിൽ സൗണ്ട് നമ്മൾ പോയിട്ട് സൗണ്ട് ക്വാളിറ്റി ഒന്നും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പൃഥ്വിരാജ് ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ മെലിയുന്നെന്ന് പറയാനും, പക്ഷെ ആ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ഷോട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോൾ ഇത്രയും ഡെഡിക്കേഷനായിട്ട് ചെയ്തത് അടിപൊളി. അയ്യോ, എനിക്ക് സോ നമ്മൾ അങ്ങനെ നെക്സ്റ്റ് കാൻഡിഡേറ്റിൽ നോക്കാൻ ആരെ വിളിക്കും ഒന്ന് നോക്കി നോക്കാം അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൽ. സിനിമയുടെ ഒപ്പീനിയൻ പറയൂ ആടുജീവിതം. സോ ഗായ്സ്, അവിടെ നല്ല പേഷ്യൻസ് ആണ്. സോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ആളെ കൊണ്ട് റിവ്യൂ പറയിക്കുന്നുണ്ട്. എന്താണ് ഒപ്പീനിയൻസ് എന്ന് ചോദിക്കാം. പറഞ്ഞു. സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആടുജീവിതം നോവൽ അങ്ങനെ വായിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കഥ അറിഞ്ഞോളാം. ഞാൻ സിനിമ കണ്ടിട്ടാണ് കഥ എന്താണെന്ന് മനസ്സിലായത്. പ്രത്യേകിച്ച് ഇനി ക്ലൈമാക്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ സിനിമ ചെന്ന് നിൽക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ മുന്നോട്ട് ഒരു ഷോട്ട് എടുക്കാമായിരുന്നു എനിക്ക് തോന്നി. അതായത് അവർ നാട്ടിലെത്തിയതിന് ശേഷമുള്ള വീട്ടുകാരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളൊരു സാധനം കൂടി ആ സിനിമയിൽ ചേർത്തിരുന്നെങ്കിൽ നന്നായിരിക്കും തോന്നി. പക്ഷേ ബ്ലസ്സിയുടെ സിനിമയല്ല. അപ്പോൾ പൊതുവേ നല്ലൊരു സിനിമയാണ്. സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം ഒരു ഷോട്ടുണ്ട്, എല്ലാവരുടെ കണ്ണ് നിറഞ്ഞ അമ്മ ഷോട്ടാണ്. എന്തായാലും സിനിമ പൊളിയെന്ന് എല്ലാവരും പോയി കാണണം. നൈസ് പടമാണ്. എന്താ നല്ല സിനിമ. ഒരിക്കലും ഒരാൾ അനുഭവിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് പിന്നെ പറയാം. സോ നവീൻ ചേട്ടൻ ഒപ്പീനിയൻ പറയൂ. അടിപൊളി സിനിമയാണ്. മസ്റ്റ് വാച്ച്. വേറെ മൂവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ മൂവിനെ കുറിച്ചിട്ട് എന്താ പറയാ, ഒരിക്കലും ഒരാൾ അനുഭവിക്കാൻ പാടില്ലാത്തതാണ് നജീബിന്റെ ജീവിതം. പിന്നെ അവന്റെ പൃഥ്വിരാജിന്റെ കൂടെ നല്ലൊരു സിനിമയാക്കിട്ട് മാറ്റിയിട്ടുണ്ട് ആടുജീവിതം. പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച മറ്റേ അവന്റെ പേര് ഗോകുൽ എന്ന് പറയുന്ന പയ്യൻ. പക്ഷെ അവരുടെ പേര് അടിപൊളിയാ. രക്ഷയില്ല. ലാസ്റ്റ് ഒക്കെ ആവുമ്പോ പിന്നെ വേറെ അവൻ മണലുവാരും തിന്നുന്നൊരു സീനൊക്കെ അവന്റെ അഭിനയ രക്ഷയില്ല. പിന്നെ ആ രക്ഷിക്കാൻ വരുന്ന ഒരാളുണ്ട്, അത് ഇബ്രാഹിം ഗാദറി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇബ്രാഹിം ഗാദറി ലാസ്റ്റ് അവരുടെ കൂടെ പോകുന്നത്. സോ എല്ലാരോടും മസ്റ്റ് വാച്ച് ആണെന്ന് പറയാല്ലേ. മസ്റ്റ് വാച്ച് അഞ്ജലി ചേച്ചി ഒപ്പീനിയൻ പറഞ്ഞോ. നല്ല പടമായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയമാണ്, ഒന്നും പറയാനില്ല. അതിലൊരു ഷോട്ട് ഉണ്ട് പൃഥ്വിരാജ് മെലിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, അതൊന്നും പറയാനില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. സൂപ്പറായിരുന്നു.